Hello everyone, welcome to Easy Learning YouTube channel. I am Rajesh Shappi. Today I am going to take you to the second part of SSLC Social Science Economics chapter. It's chapter 5. The name of the chapter is Public Administration and Public Revenue. Before going into the chapter, let me remind you to subscribe my channel and to share it with the friends. Please watch my video till the very end and leave your valuable comments on the comment box. So we can move on to the first question of the chapter, and the name of the chapter is Public Expenditure and Public Revenue. This is the second part of this chapter. The first question that we can expect from this chapter is about GST. Explain GST and its various types. As you all know, GST is the short form of Goods and Service Taxes, and it was introduced in India on the 1st of July 2017. It was introduced after merging different indirect taxes imposed by central and state governments. അതായത് ജി എസ് ടി എന്ന് പറയുന്നത് 2017 ജൂലൈ 1-ാം തീയതി ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടതാണ്. പല വിധത്തിലുള്ള ഇൻഡയറക്റ്റ് ടാക്സുകൾ സ്റ്റേറ്റും സെൻട്രൽ ഗവൺമെന്റ് ഏർപ്പെടുത്തിയിരുന്ന ഇൻഡയറക്റ്റ് ടാക്സുകൾ എല്ലാം കൂടെ മെർജ് ചെയ്ത് ഒന്നാക്കിയെടുത്ത ഒരു സംഭവമാണ് ജി എസ് ടി അല്ലെങ്കിൽ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സസ് എന്ന് പറയുന്നത്. The taxes are levied at different stages starting from production to the final consumption of goods and services. നേരത്തെയൊക്കെ ഇൻഡയറക്റ്റ് ടാക്സുകൾ എന്ന് പറയുന്ന പല ഘട്ടങ്ങളിലായിട്ട് പ്രൊഡക്ഷനിൽ നിന്ന് അവസാനം കൺസ്യൂമറിലേക്ക് എത്തുന്നതിനിടയിലുള്ള പല പല ഘട്ടങ്ങളിലായിട്ട് ഈടാക്കിക്കൊണ്ടിരുന്നതാണ്. എന്നാൽ പിന്നീട് നമുക്ക് മനസ്സിലാവും, ഇൻ ഈച്ച് സ്റ്റേജ് ദ ടാക്സ് ഈസ് ഇമ്പോസ്ഡ് ഓൺ ദ വാല്യൂ ആഡഡ്. നേരത്തെ അങ്ങനെയായിരുന്നു, ഓരോ സ്റ്റേജിലും അതിന്റെ മൂല്യത്തിനനുസരിച്ചുള്ള ടാക്സ് ഈടാക്കുന്നുണ്ടായിരുന്നു. ഹെൻസ് ടാക്സ് ഈസ് കളക്ടഡ് ഓൺലി ഓൺ വാല്യൂ അഡീഷൻ. അപ്പോൾ വാല്യൂ അഡീഷന്റെ അടിസ്ഥാനത്തിൽ മൂല്യാധിഷ്ഠിതമായിട്ടാണ് ടാക്സ് കളക്ട് ചെയ്യുന്ന ഒരു രീതി നടപ്പിലായി വന്നത്. Now we can look on into the various types of GST. The tax paid in the early stages need not be paid by the final consumer. ആദ്യഘട്ടത്തിലുള്ള ടാക്സ് കൺസ്യൂമർ അല്ല, പകരം ആദ്യഘട്ടത്തിൽ ഇടപെട്ട് നിൽക്കുന്ന കച്ചവടക്കാരായിരുന്നു അടച്ചുകൊണ്ടിരുന്നത്. ജി എസ് ടി രജിസ്ട്രേഷൻ is mandatory to the traders if the turnover is more than 20 lakhs in a financial year. ഒരു സാമ്പത്തിക വർഷം 20 ലക്ഷത്തിലധികം ടേൺ ഓവർ ഉള്ള കച്ചവടം നടത്തുന്ന എല്ലാ കച്ചവടക്കാർക്കും ജി എസ് ടി രജിസ്ട്രേഷൻ നിർബന്ധമാണ്. നിയമാനുസൃതമായിട്ട് അത് മാൻഡേറ്ററി ആക്കിയിട്ടുണ്ട്, നിയമാനുസൃതമായി അത് നിർബന്ധമാക്കിയിട്ടുണ്ട്. There are two types of GST. The tax imposed by the central government is known as central GST, and the tax imposed by the state government is known as state GST or SGST. നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് പോലെ കേന്ദ്രം ഈടാക്കുന്നതിനെ സെൻട്രൽ ജി എസ് ടി എന്നും സി ജി എസ് ടി എന്നും സംസ്ഥാനങ്ങൾ ഈടാക്കുന്നതിനെ സ്റ്റേറ്റ് ജി എസ് ടി അല്ലെങ്കിൽ എസ് ജി എസ് ടി എന്നുമാണ് അറിയപ്പെടുന്നത്. ഇതാണ് രണ്ട് ടൈപ്പുള്ള ജി എസ് ടിസ് എന്ന് പറയുന്നത്. Continuing with the different types of GSTs, they are collected jointly from the consumers and are shared equally by the center and the state governments. ഇത് ഉപഭോക്താക്കളിൽ നിന്ന് ഈടാക്കിയിട്ട് ഇതിന്റെ വിഹിതം സെൻട്രൽ സ്റ്റേറ്റ് ഗവൺമെന്റ്സിന് ഒരുപോലെ ഭാഗിച്ചെടുക്കുന്നതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. The GST on interest trade is imposed and collected by the central government. ഇന്റർസ്റ്റേറ്റ് ട്രേഡ് ആണെങ്കിൽ സംസ്ഥാനാന്തര കച്ചവടത്തിന് അത് കളക്ട് ചെയ്യാനുള്ള അധികാരം യഥാർത്ഥത്തിൽ പറഞ്ഞാൽ സെൻട്രൽ ഗവൺമെന്റിനേ ഉള്ളൂ. ദിസ് ഈസ് ഓൾസോ നോൺ ആസ് ഇന്റഗ്രേറ്റഡ് ജി എസ് ടി. ഇങ്ങനെ സംസ്ഥാനാന്തര കച്ചവടത്തിൽ ഏർപ്പെടുത്തുന്ന ടാക്സിനെ സെൻട്രൽ ഗവൺമെന്റ് ഏർപ്പെടുത്തുന്ന കേന്ദ്ര ഗവൺമെന്റ് ഏർപ്പെടുത്തുന്ന ടാക്സിനെ ഇന്റഗ്രേറ്റഡ് ജി എസ് ടി അല്ലെങ്കിൽ ഐ ജി എസ് ടി എന്നാണ് അറിയപ്പെടുന്നത്. ജി എസ് ടി ഇസ് നോട്ട് ഇമ്പോസ്ഡ് ഓൺ ഡെയിലി ഐറ്റംസ് ആൻഡ് അൺപ്രോസസ്ഡ് ഫുഡ് ഐറ്റംസ്. അസംസ്കൃതമായിട്ടുള്ള ഭക്ഷണപദാർത്ഥങ്ങളിലോ നിത്യോപയോഗ സാധനങ്ങളിലോ ജി എസ് ടി ഏർപ്പെടുത്തിയിട്ടില്ല. ആൻഡ് ഇറ്റ് ഈസ് അറേഞ്ച്ഡ് അണ്ടർ 4 സ്ലാബ്സ്. 4 വ്യത്യസ്തമായ സ്ലാബുകളിൽ അല്ലെങ്കിൽ നിരക്കുകളിലാണ് അത് ഏർപ്പെടുത്തിയിരിക്കുന്നത്. They are based on the products. The rates are fixed at 5%, 12%, 18% and 28%. അങ്ങനെ വ്യത്യസ്തമായ 4 സ്ലാബുകളിലാണ് ജി എസ് ടി ഏർപ്പെടുത്തിയിട്ടുള്ളത്.
Now we can move on to the second question. What do you mean by surcharge and cess? എന്താണെന്നുള്ളതാണ് നമ്മൾ പഠിക്കുന്നത്. Surcharge is an additional tax amount. This is imposed for a certain period of time. Usually, surcharge is imposed as a given percentage on the income tax. Surcharge എന്ന് പറയുന്നത് അധികമായിട്ട് ഈടാക്കുന്ന ഒരു ടാക്സ് ആണ് സർചാർജ് എന്ന് പറയുന്നത്. ഇത് ഒരു നിശ്ചിത കാലഘട്ടത്തിലേക്ക് പ്രത്യേകിച്ചുള്ള ആവശ്യത്തിലേക്ക് മാത്രമായിട്ടായിരിക്കും സർചാർജ് ഈടാക്കുന്നത്. പൊതുവെ ഇത് ഇൻകം ടാക്സിനും മറ്റുമൊക്കെയാണ് സർചാർജ് ആയിട്ട്, ആദായ നികുതിക്കും മറ്റുമാണ് സർചാർജ് ഈടാക്കുന്നത്. സെസ് is another additional tax for meeting some special purpose of the government. ചില പ്രത്യേക സന്ദർഭങ്ങളിൽ സർക്കാർ അധിക നികുതി ഈടാക്കുന്ന ഒരു സമ്പ്രദായമുണ്ട്. ഇതിനെയാണ് സെസ് എന്ന് പറയുന്നത്. It is withdrawn once sufficient revenue is collected. പ്രത്യേക ഒരു ആവശ്യത്തിന് വേണ്ടിയാണെന്ന് പറഞ്ഞു. ആ ആവശ്യം പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ സെസ് പിൻവലിക്കുന്ന ഒരു രീതിയാണ്, ഒരു സമ്പ്രദായമാണ് നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്നത്. ഫോർ എക്സാമ്പിൾ, education cess on income tax is an example. Education cess അത്തരത്തിൽ ഉള്ളൊരു സംഭവമാണ്. Now we can move on to the third question of this lesson. What are the sources of non-tax revenue? Non-tax revenue എന്ന് വെച്ചാൽ എന്താണ്? The important non-tax revenue are, the first one is fees. Fees is the reward collected for the government services. Fees എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, അതിന് മലയാളത്തിൽ വിശദീകരിക്കേണ്ട കാര്യമില്ല. എങ്കിലും പ്രത്യേക വിധത്തിലുള്ള സേവനങ്ങൾക്ക് വേണ്ടി ഈടാക്കുന്ന ഒരു ടാക്സിനെയാണ് ഫീസ് എന്ന് പറയുന്നത്. ലൈസൻസ് ഫീസ്, രജിസ്ട്രേഷൻ ഫീസ്, ട്യൂഷൻ ഫീസ്, etc. are examples. The second important non-tax revenue is the fines and the penalties. The fines and penalties are punishments for violating the laws. നമുക്കറിയാം, പിഴ ഈടാക്കുന്നത് എപ്പോഴാണ്? നമ്മൾ നിയമലംഘനം നടത്തുന്ന അവസരങ്ങളിലാണ്. When we violate the laws imposed by the government. The third one are grants. ഗ്രാന്റുകൾ. Grants are the financial aid provided by one government or organizations for meeting a specific objective. അതായത് സർക്കാർ ചില സാമ്പത്തിക സഹായങ്ങളൊക്കെ ഓർഗനൈസേഷൻസിന്, ചില സംഘടനകൾക്ക്, ചില പ്രസ്ഥാനങ്ങൾക്ക് കൊടുക്കാറുണ്ട്. അത് പ്രത്യേക ഒരു ഉദ്ദേശത്തിന് വേണ്ടി, സമൂഹത്തിന്റെ എന്തെങ്കിലും പോസിറ്റീവായ ഒരു ഉദ്ദേശം പൂർത്തീകരിക്കുന്നതിന് വേണ്ടി കൊടുക്കുന്ന സാമ്പത്തിക സഹായമാണ്. ഫോർ എക്സാമ്പിൾ, grants are provided by central and state governments to local self governments. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും മറ്റും അവിടുത്തെ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഗ്രാന്റുകൾ കൊടുക്കാറുണ്ട്. നമുക്കത് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. Another one is the interest. Interest എന്ന് വെച്ചാൽ പലിശ. Government receive interest for loans given to various enterprises, agencies and countries. കേന്ദ്ര ഗവൺമെന്റ് പലവിധ കച്ചവട സ്ഥാപനങ്ങൾക്കും പലവിധ ഓർഗനൈസേഷൻസിനും മറ്റ് രാഷ്ട്രങ്ങൾക്കും വരെ ലോണുകൾ കൊടുക്കാറുണ്ട്, അവരെ വായ്പ കൊടുക്കാറുണ്ട്. അത് ആ സ്ഥാപനങ്ങളുടെ വികസനത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ രാജ്യങ്ങളുടെ വികസനത്തിന് വേണ്ടിയിട്ട് കൊടുക്കുന്ന സാമ്പത്തിക സഹായമാണ്. പകരമായിട്ട് അവരിൽ നിന്ന് നിയമാനുസൃതമായിട്ട് പലിശ ഈടാക്കുന്ന ഒരു ഇതുകൊണ്ട് ഇത് ഒരു നോൺ ടാക്സ് റവന്യൂ തന്നെയാണ്. പ്രോഫിറ്റ് is the net income received from the enterprises operated by the government. ഇതിന്റെയൊക്കെ നെറ്റ് ഇൻകം എന്ന് പറയുന്നത് പ്രോഫിറ്റ് ആണ്, ലാഭമാണ്. ഫോർ എക്സാമ്പിൾ, the profit from the Indian Railways. സർക്കാരിന് കിട്ടുന്ന ഒരു ലാഭം, ഇതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് റെയിൽവേ ഡിപ്പാർട്ട്മെന്റിൽ ഇന്ത്യൻ റെയിൽവേസിൽ നിന്ന് കിട്ടുന്ന ലാഭം എന്ന് പറയുന്നത്. What do you mean by public debt? Public debt എന്ന് പറഞ്ഞാൽ എന്ത്? When public income is insufficient to meet the expenditure, governments resort to borrowing. അതായത് സർക്കാരിന്റെ വരുമാനം ആവശ്യങ്ങൾ മീറ്റ് ചെയ്യുന്നതിലേക്കായി തികയാതെ വരുന്ന അവസരങ്ങളിൽ ഗവൺമെന്റ്സ് റിസോർട്ട് ടു ബോറോയിങ്, സർക്കാരുകൾ വായ്പ എടുക്കാറുണ്ട് അല്ലെങ്കിൽ കടമെടുക്കാറുണ്ട്. പബ്ലിക് ഡെപ്റ്റ്സ് ആർ ലോൺസ് ടേക്കൺ ബൈ ദ ഗവൺമെന്റ്. പബ്ലിക് ഡെപ്റ്റ് എന്നുള്ള വാക്ക് നമ്മൾ കേട്ടിട്ടുണ്ട്. യഥാർത്ഥത്തിൽ എന്താണ്? ഇത് ഗവൺമെന്റ് എടുക്കുന്ന, സർക്കാർ എടുക്കുന്ന വായ്പകളെയാണ് പബ്ലിക് ഡെപ്റ്റ്സ് എന്ന് പറയുന്നത്. ലോൺസ് ആർ അവൈൽഡ് ഫ്രം വിത്തിൻ ആൻഡ് ഔട്ട്സൈഡ് ദ കൺട്രി. രാജ്യത്തെ പ്രധാനപ്പെട്ട ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് സർക്കാരിന് പബ്ലിക് ഡെപ്റ്റ്സ് ലോൺസ് എടുക്കാം. അവർ വിദേശ രാഷ്ട്രങ്ങളിൽ നിന്നും IMF പോലുള്ള ഐക്യരാഷ്ട്ര സഭയുടെ ഏജൻസികളിൽ നിന്നുമൊക്കെ, വേൾഡ് ബാങ്കിൽ നിന്നൊക്കെ തന്നെ വായ്പകൾ എടുത്ത് നമുക്കറിയാം. ഇതെല്ലാം പബ്ലിക് ഡെപ്റ്റ്സിൽ പെടുന്നതാണ്.
These are known as internal debt and external debt respectively. രാജ്യത്തിനകത്തുള്ള ഓർഗനൈസേഷൻസിൽ നിന്ന് കടമെടുക്കുകയാണെങ്കിൽ ഇന്റേണൽ ഡെപ്റ്റും, വിദേശത്തുള്ള ഓർഗനൈസേഷൻസിൽ നിന്നോ രാജ്യങ്ങളിൽ നിന്നോ കടമെടുത്താൽ അത് എക്സ്റ്റേണൽ ഡെപ്റ്റും എന്ന് അറിയപ്പെടും. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വിഷയം തന്നെയാണ്. But we can explain that in detail. Internal debt എന്താണെന്നുള്ളതാണ്. Internal debts are the loans availed by the government from individuals and institutions within the country. നേരത്തെ പറഞ്ഞതുപോലെ രാജ്യത്തിനകത്ത് നിന്ന് കടമെടുത്താൽ ഇന്റേണൽ ഡെപ്റ്റ്. എക്സ്റ്റേണൽ ഡെപ്റ്റ്സ് ആർ ദ ലോൺസ് availed from foreign governments and international institutions. നേരത്തെ പറഞ്ഞതുപോലെ ഐക്യരാഷ്ട്രസഭയുടെ കീഴിലുള്ള സ്ഥാപനങ്ങളിൽ നിന്ന്, IMF അല്ലെങ്കിൽ വേൾഡ് ബാങ്കിൽ നിന്നോ അല്ലെങ്കിൽ മറ്റ് വിദേശ രാഷ്ട്രങ്ങളിൽ നിന്നോ കടമെടുത്താൽ അത് എക്സ്റ്റേണൽ ഡെപ്റ്റ്സിൽ പെടും. The next question is what is meant by budget? കേന്ദ്ര നിയമസഭയുടെ ബഡ്ജറ്റ് ഇപ്പോൾ ഉടനെ ഉണ്ടാവും. അപ്പോൾ ബഡ്ജറ്റ് എന്ന് പറയുന്നത് എന്താണെന്ന് നമ്മൾ പഠിക്കുക. Budget is the financial statement showing the expected income and expenditure of the government during a financial year. അതായത് ഒരു സാമ്പത്തിക വർഷം, വരാൻ പോകുന്ന സാമ്പത്തിക വർഷത്തിൽ സർക്കാർ പ്രതീക്ഷിക്കുന്ന ലാഭത്തിന്റെയും വരുമാനത്തിന്റെയും ചിലവുകളുടെയും ഒരു മൊത്തമുള്ള ഒരു എസ്റ്റിമേറ്റ് ആണ് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ഇൻ ഇന്ത്യ ഫിനാൻഷ്യൽ ഇയർ ഈസ് ഫ്രം April 1 to March 31. കലണ്ടർ ഇയർ പോലെയല്ല, ജനുവരി മുതൽ ഡിസംബർ വരെയല്ല. സാമ്പത്തിക വർഷം എന്ന് പറയുമ്പോൾ April 1 ആരംഭിച്ച് പിറ്റേ വർഷം March 31 വരെയാണ് സാമ്പത്തിക വർഷത്തിന്റെ കാലാവധി അല്ലെങ്കിൽ ദൈർഘ്യം എന്ന് പറയുന്നത്. Budgets are of three types. When income and expenditure are equal, it is called a balanced budget. ഇൻകം എക്സ്പെൻഡിച്ചറും വരവ് ചെലവുകൾ തുല്യമായിരുന്നാൽ ടാലി ചെയ്ത് പോയാൽ ബാലൻസ് ബഡ്ജറ്റ് ആവുന്നു. When income is more than expenditure, it is called surplus budget. ചിലവിനേക്കാൾ വരുമാനമാണ് പ്രതീക്ഷിക്കുന്നതെങ്കിൽ സർപ്ലസ് ബഡ്ജറ്റും, അതേസമയം ചിലവുകൾ വരുമാനത്തെ എക്സീഡ് ചെയ്താൽ ഡെഫിസിറ്റ് ബഡ്ജറ്റ്. അതെ, കമ്മി ബഡ്ജറ്റ്. When expenditure is more than income, it is called deficit budget. അതായത് ചെലവുകൾ കൂടുതൽ ഉണ്ടാവുകയും വരുമാനം കുറയുകയും ചെയ്യുന്ന ബഡ്ജറ്റിനെ കമ്മി ബഡ്ജറ്റ് എന്നും പറയപ്പെടുന്നു. നമ്മളിതെല്ലാം കേട്ട് പരിചയമുള്ളതാണ്, നമ്മളത് വിശദമായിട്ട് മനസ്സിലാക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. Thus we move on to the conclusion of this video. Thank you all for watching this video.